ഹായ്, ഞാൻ ഇന്നൊരു ക്ഷേത്രമാണ് പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് ജില്ലയിൽ വടകര പേരാമ്പ്ര റൂട്ടിൽ തിരുവള്ളൂരിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം ശിവക്ഷേത്രമാണ്. ബാവുപ്പാറ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ദേശശബ്ദം പബ്ലിക്കേഷൻസിലെ കുറച്ച് കൂട്ടുകാരികളുമായിട്ട്, അതായത് എൻ്റെ അനിയത്തി കുട്ടികളുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയാകുമ്പോഴത്തേക്കേ ഇവിടെ എത്തിയേ. അപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് ഒരു കടയുണ്ടായിരുന്നു, അവിടെ അന്വേഷിച്ചപ്പോൾ 5:30 ഓപ്പൺ ആവാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ 5:30 വന്നവർ ഓപ്പണാക്കി. അപ്പോൾ ഇതൊരു പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കയറി ഉടനെ തന്നെ വലതുവശത്ത് ചെറിയൊരു പൊയ്കയുണ്ട്, അതിൽ നിറയെ പായൽ നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പടികൾ കയറി ഏറ്റവും മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതന ആ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ പാറയുടെ മുകളിലെത്തിയപ്പോൾ അവിടെ ഒരു കുളമുണ്ട് എന്ന് പറഞ്ഞു. കുളത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് പൂജാരി പറയുന്നുണ്ടായിരുന്നേ. വഴുക്കലിയാണ്, മഴയത്തൊക്കെ നന്നായിട്ട് വഴുക്കലിക്കും. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട്, എങ്കിലും ഞങ്ങൾ ഇരുന്നിട്ടൊക്കെ ആയിരുന്നു കാല് കഴുകിയത്. ഇപ്പോൾ കണ്ടോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ചെമ്പരത്തിയും ഗുൽമോഹറൊക്കെ പൂത്തിരിക്കുന്നു. ഇതാണ് മഹാദേവൻ്റെ കാലടി പതിഞ്ഞ ക്ഷേത്രമാണ് ഇതാണ് ആ ഒരു സ്ഥാനം. അപ്പോൾ കണ്ടില്ലേ, പാദത്തിൻ്റെ ഒരു ആകൃതിയിൽ സമീപത്ത് തന്നെ ഒരു ആമ്പൽ പൊയ്കയുണ്ട്. അതിൽ 1-2 റെഡ് കളർ ആമ്പൽ മൊട്ട് പിരിയാറായി കിടക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം ക്ഷേത്രത്തിൽ നിന്നുള്ള ഭക്തിഗാനമൊക്കെ കേട്ട് അവിടെ ഇരുന്നു. അതിനുശേഷം പൂജ തുടങ്ങിയപ്പോൾ തൊഴുത് മടങ്ങിയേ. അമ്പലത്തിന് ഉള്ളിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, അത് അനുവദനീയമല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ പടിയിറങ്ങി. ഇവിടെ പ്രാർത്ഥിച്ചാൽ കാര്യസാധ്യത ഉണ്ടാകും എന്നൊക്കെയാണ് ഐതിഹ്യം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. താങ്ക് യു.